വിജയേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 വിരമിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമടക്കം അത് പറയുന്നുണ്ട്. കാരണം ബി.ജെ.പിക്ക് ഇത്ര വയസ്സ് വരെയേ കൽപ്പിച്ചിട്ടുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം. പ്രധാനമന്ത്രി തന്നെയാണല്ലോ, മോദി തന്നെയാണല്ലോ നമ്മുടെ ഇതിനു മുമ്പത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന വെങ്കയ്യ നായിഡുവിനെയൊക്കെ രാഷ്ട്രീയ വനവാസത്തിനായിട്ട് അയച്ചത്. അപ്പോ അറിയാലോ മോദിക്ക് അദ്വാനിയുടെ കേസ് അറിയാലോ, അദ്വാനിയുടെ കേസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് വിരമിക്കാൻ സമയമായി. 2025 മോദി വിരമിക്കേണ്ടതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിട്ട് പരക്കുകയാണ്. അപ്പോ പലരും പറയുന്നത് മോദി മാറിയിട്ട് വേറൊരാളെ എന്തായാലും RSS നിർദ്ദേശിക്കും. അത് നിതിൻ ഗഡ്കരി ആകാം, ചിലപ്പോൾ യോഗി ആകാം, ചിലപ്പോൾ അമിത്ഷാ ആകാം. അങ്ങനെ അങ്ങനെ പല പേരുകളും പല ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെ അങ്ങനെ ഇതൊന്നും ഔദ്യോഗികമല്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഒരു നരേന്ദ്രമോദിയുടെ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. മോദിയുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് കേട്ടോ. മോദി ഇതുവരെ പോഡ്കാസ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. അത് ജെറോദയുടെ സ്ഥാപകനായിട്ടുള്ള നിഖിൽ കാമത്തുമായിട്ടുള്ള സഹസ്ഥാപകനുമായിട്ടുള്ള നിഖിൽ കാമത്തുമായിട്ടാണ് മോദിയുടെ ഈ പോഡ്കാസ്റ്റ്. അതിൽ തന്റെ ഇതുവരെയുള്ള ടേമുകൾ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ സപര്യകളുടെ വിശദമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അതിലൊരു ചെറിയൊരു പാർട്ടാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പാർട്ടുകളും ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിലും എന്റെ കണ്ണിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു പാർട്ട് അത് ചർച്ച ചെയ്യുകയാണ് എല്ലാവരും. അതായത് മോദി പറയുകയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് തെറ്റുകളൊക്കെ പറ്റും, ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾക്കാർ ഒരു ദൗത്യവുമായിട്ട് വരൂ. ആ ഇനി അതാണ് പ്രശ്നം. ഇനി വരുന്നവർ ഒരു ദൗത്യവുമായിട്ട് വരൂ എന്നുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു ആ, വാക്ക് നമ്മുടെ രാജ്യം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. RSSകാരല്ല, BJP ഭയക്കുന്നു. അയ്യോ, ഇനി വരുന്ന ആൾക്കാർ ഇനി ഇങ്ങനെ വരൂ, ഒരു ദൗത്യവുമായിട്ട് വരൂ എന്ന് മോദി പറയണമെങ്കിൽ അപ്പൊ അദ്ദേഹം വിരമിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പറയുന്നുണ്ട്. പോരാത്തതിന് ഈ ഇന്റർവ്യൂ, ഈ പോഡ്കാസ്റ്റ് വളരെയധികം ചർച്ചയാവുന്നുണ്ട്. എന്താ തോന്നുന്നത്, നരേന്ദ്രമോദി ഇറങ്ങുമോ? എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ 2002 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ അദ്ദേഹം രണ്ട് റോളുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, അദ്ദേഹം RSS പ്രചാരകൻ, BJP നേതാവെന്ന ഒരു റോളും, മറ്റേത് ജനപ്രതിനിധി എന്ന റോളുമാണ്. 2002 ഫെബ്രുവരി 27-നാണ് അദ്ദേഹം ആദ്യമായിട്ട് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷെ ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് 2002 ഫെബ്രുവരി 27-നാണ്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഹൃദ്യമായ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്നതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും അത് വളരെ മനോഹരമായിട്ടുള്ള ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ, എന്റെ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രസംഗം ശ്രീ AB വാജ്പേയിയുടെ പ്രസംഗമാണ് അന്ന് ഇന്നും. കാരണം ഒരു കാവ്യം പോലെ മനോഹരമാണ് അത്. ഇടയ്ക്കിടയ്ക്ക് അതിൽ ചില കവിതകൾ, അദ്ദേഹം തന്നെ രചിച്ച കവിതകളുമുണ്ട്, അല്ലാത്ത കവിതകളുടെ ശകലങ്ങളുണ്ടാകും, ഒപ്പം തന്നെ നർമ്മങ്ങളുണ്ടാകും. അതായത് ഒരു പ്രസംഗം കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ AB വാജ്പേയിക്ക് ഒരു വലിയ വിഭാഗം ആരാധകരുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സാധാരണപ്പെട്ടവരാണ് നരേന്ദ്രമോദിയുടെ വലിയ ആരാധകർ. കാരണം നരേന്ദ്രമോദി എല്ലാം തുറന്നു പറയുന്നതാണ്. ഞാൻ ഒരു ചായക്കടക്കാരന്റെ മകനാണ്, ഞാൻ ചായ വിറ്റവനാണ്, ഞാനൊരു പിന്നോക്കക്കാരനാണ്. ഇതെല്ലാം വളരെ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ടവനാണ് എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം ആ സാധാരണക്കാർ ചെയ്യുന്ന എല്ലാ വഴിയിലൊരു മാലിന്യം കിടന്നു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്ന, ഇപ്പൊ ഫോട്ടോഷൂട്ടാണ് എന്ത് കുന്തമാണെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ഫോട്ടോഷൂട്ടിന് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി, ഒരു മന്ത്രി, അങ്ങനെ ഒരു മന്ത്രിമാര് പോലും അങ്ങനെ ഒരു പണി ചെയ്തിട്ടില്ല. അതെന്തു ആയിക്കോട്ടെ. അപ്പോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഇന്റർവ്യൂ, 2 മണിക്കൂറുള്ള ഇന്റർവ്യൂ. അത് കേട്ടിരിക്കാനും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു വലിയ അതായത് വ്യക്തിപരമായ ജീവിതം പറയുന്നു, പൊളിറ്റിക്കൽ ഇത് പറയുന്നു. അതിനകത്ത് കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ ഇന്റർവ്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരാഴ്ചക്കാലം വിവിധ കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അനവധി കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിലുണ്ട്. പോസിറ്റീവായിട്ടും കഥയുണ്ടാക്കാം, നെഗറ്റീവായിട്ടും കഥയുണ്ടാക്കാം. ഇത് ഇപ്പൊ മനുഷ്യ സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മകഥ പോലെയാണ് ഈ ഇന്റർവ്യൂ എന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ എല്ലാ രാഷ്ട്രീയ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ധനുഷ് പറഞ്ഞ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വരിയിൽ തന്നെ നമുക്ക് 2 വാർത്ത വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഞാൻ ദൈവമല്ല മനുഷ്യനാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പില് RSSകാർക്ക് ഇടയിൽ ഒരു വിദ്വേഷം ഉണ്ടാകുന്നതിന് കാരണം ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന പറഞ്ഞത് താൻ ദൈവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ഒരു ഈക്വലി വരുന്ന ഒരു പ്രസ്താവന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഇന്റർവ്യൂവിൽ അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് എനിക്കതിൽ ദൈവികമായ ഒരു അംശം എന്നിലുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞു. അത് RSSകാരിൽ പോലും ചെറിയ രോഷത്തിന് ഇടയാക്കിയ ഒരു ഡയലോഗായിരുന്നു. അതിനുശേഷം മോഹൻ ഭഗവത് പറഞ്ഞത് അങ്ങനെ നമ്മൾ സ്വയം ആ നിലയിലേക്ക് വളർന്നു എന്ന് തോന്നുന്നത് തന്നെ തെറ്റാണ് എന്ന് മോദിയുടെ പേര് പറയാതെ തന്നെ പറഞ്ഞു.
അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന്റെ ഒരു ഏറ്റുപറച്ചിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇനി വരുന്നവർ എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ നമ്മൾ ഇപ്പം നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഈ 75 വയസ്സ് വരെ ബി.ജെ.പി പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. 77 വയസ്സുള്ള യെദ്യൂരപ്പയ്ക്ക് വീണ്ടും മത്സരിക്കാനും മുഖ്യമന്ത്രി ആകാനും ചാൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശ്രീ ഒ രാജഗോപാൽ ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇളവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ മോദി അത്ര ഇരിക്കുമോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് വെങ്കയ്യ നായിഡുവിനെ പോലെയുള്ള ആളുകൾക്ക് 75 വയസ്സിൽ തന്നെ ഒരു റിട്ടയർമെന്റ് എടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമോ എന്നറിയില്ല. എന്തായാലും നരേന്ദ്രമോദി ഉള്ള കാലം മുഴുവൻ ഇരിക്കില്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഉണ്ടായേ പറ്റൂ. അത് ഈ വർഷം ഉണ്ടാകുമോ അടുത്ത വർഷം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു ഇന്റർവ്യൂ വളരെ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചു. ഞാനത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് അമേരിക്കയിൽ വിസ നിഷേധിച്ചിരുന്നു ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. അത് ഈ ഗോദ്ര കലാപത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ CPM-കാരും ഒക്കെ അമേരിക്കക്ക് കത്തയച്ച് ഇങ്ങനെ അവിടെ നരേന്ദ്രമോദി അവിടെ കയറ്റരുത്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അമേരിക്ക വിസ നിഷേധിച്ചു. അന്ന് നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു 2005. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അമേരിക്ക വിസ നിഷേധിച്ചു, പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, ലോകം ഇന്ത്യക്ക് മുമ്പിൽ വിസയ്ക്കായി ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും എന്ന് 2005 അദ്ദേഹം പറഞ്ഞു. ഇന്ന് 2025 നമ്മൾ നോക്കുമ്പോൾ ലോകം ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുകയാണ് ക്യൂ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്, നരേന്ദ്രമോദി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. ലോകരാഷ്ട്രങ്ങളായാലും മറ്റുള്ളവരായാലും ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അനവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ എടുത്തു പറയുന്ന കാര്യം, എനിക്കൊരു ഞാൻ മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ സ്വാഭാവികം എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തെറ്റുകൾ അത് ഏറ്റു പറയാൻ അദ്ദേഹത്തെ പോലെ ലോകത്തിന്റെ ഒരു ലീഡർ തയ്യാറാകുന്നതിന് വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർ പോലും ഒരു തെറ്റ് പറ്റിയാൽ അതിനെ ന്യായീകരിക്കുകയും എനിക്ക് തെറ്റു പറ്റാത്തവനാണെന്ന് പറയുന്നത് നടക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് ലോകം പോലും ബഹുമാനിക്കുന്ന ഒരു ലീഡർ, പ്രധാനമന്ത്രിക്ക് അപ്പുറത്തേക്ക് വളർന്ന ഒരു ലീഡർ തുറന്നു പറയുകയാണ് എനിക്ക് മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കലി ഉള്ള ബന്ധങ്ങൾ, അതിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു നേതാവ് ഷീ ജിൻപിങ് ആണ്, ചൈനയുടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കഥ പറഞ്ഞത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഒരുപക്ഷെ നമ്മളും ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ കുറച്ചുകൂടെ ദൃഢമായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലോകത്ത് അനവധി നേതാക്കളുമായി നല്ല ബന്ധമാണ്. പുടിനുമായി നല്ല ബന്ധമാണ്, ട്രംപുമായി നല്ല ബന്ധമാണ്, നെതന്യാഹുവുമായി നല്ല ബന്ധമാണ്, എല്ലാവരുമായി നല്ല ബന്ധമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് നാം ഇതുവരെ അധികം കേൾക്കാത്ത ഷീ ജിൻപിങ്, ചൈനയുടെ പ്രസിഡന്റിനെ കുറിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് താൻ 2014 പ്രധാനമന്ത്രി ആയപ്പോൾ ഷീ ജിൻപിങ് തന്നെ വിളിക്കുകയും തന്റെ നാട്ടിൽ ഗുജറാത്തിലെ വഡ്നഗറിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാമം, അദ്ദേഹത്തിന്റെ സ്ഥലം, അവിടെ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചൈനീസ് പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് പറയുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ എന്റെ ഗ്രാമത്തിലേക്ക് വരാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ഹുയാങ് സാങ്, അതായത് ചൈനീസ് തത്വ ചിന്തകനാണ്, പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഹിസ്റ്ററി പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. തത്വചിന്തകനായ ഹുയാങ് സാങ് ഇന്ത്യയിലേക്ക് ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം ഈ വഡനഗറിൽ എത്തിയിരുന്നു. അപ്പം ചൈനീസ് പ്രസിഡന്റ് അത്രയും പഠിച്ചിരുന്നു. ഹുയാങ് സാങ്ങിന്റെ യാത്രയിലും മോദിയുടെ ജന്മനാട്ടിലും അദ്ദേഹം എത്തിയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഒരു അടുപ്പം ഈ ഷീ ജിൻപിങ്ങുമായിട്ട് നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നുള്ളതും ഒരുപക്ഷെ ലോകം അറിയുന്നത് ഈ ഇന്റർവ്യൂവിൽ കൂടെ ആയിരിക്കണമെന്നാണ്. കാരണം ഇതിനു മുമ്പ് ഒന്നും കേട്ടിട്ടില്ല. നമ്മളെപ്പോഴും കരുതുന്നത് ഇന്ത്യയുടെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഈ ചൈനയും ചൈനയുടെ പ്രസിഡന്റും. പക്ഷെ ഇന്ന് അതല്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദമുണ്ട്. അത് പുടിനും നെതന്യാഹുവും ട്രംപും മാത്രമല്ല, ചൈനയിലെ പ്രസിഡന്റുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് അത് പോകുന്നത്. നമുക്ക് സംബന്ധിച്ച് പുതിയ അറിവാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കരിനിഴല് പോലെ പിന്തുടരുന്ന ഒന്ന് ഗോദ്ര കലാപവും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ഒക്കെ ആയിരിക്കണം. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കറിയാം നരേന്ദ്രമോദി എങ്ങനെയാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയത്. അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ നടന്ന ഒരാളോ ഇല്ലെങ്കിൽ ഗുജറാത്തിൽ രാഷ്ട്രീയം കളിച്ച് നടന്ന ആളോ അല്ല. ഒരു ആക്സിഡന്റലി അദ്ദേഹം പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുകയാണ്. ശങ്കർ സിംഗ് വഗേല, കേശുഭായ് പട്ടേൽ തർക്കത്തെ തുടർന്ന് ഗുജറാത്തിലെ ഭരണം ആടി ഉലയുന്നു. കച്ചിൽ നടക്കുന്ന ഭൂകമ്പം, ആ ഭൂകമ്പം നമ്മൾ പലവട്ടം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾ പലവട്ടം ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയതെന്ന്. അന്ന് ഈ കച്ചിൽ ഭൂകമ്പം ഉണ്ടാകുകയും വലിയ രീതിയിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം,
ഗുജറാത്ത് BJP സർക്കാരിനുള്ളിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം സ്റ്റക്കായി നിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് സംവിധാനം ഇവിടേക്കാണ് AB വാജ്പേയി വിളിച്ചിട്ട് അന്നത്തെ BJP ജനറൽ സെക്രട്ടറി ആയിരുന്നു, RSS പ്രധാനമായിരുന്നു നരേന്ദ്രമോദിയോട് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ പോകൂ, അത് ക്ലിയർ ചെയ്യൂ, അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്തൂ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അന്ന് ഈ AB വാജ്പേയിയോട് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് പൂർണ്ണ സമയം ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഫോൺ തരണം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കേൾക്കണം. കാരണം അദ്ദേഹം ആരുമല്ല, ജനപ്രതിനിധി അല്ല, ആരുമല്ല. അങ്ങനെ രണ്ട് കാര്യങ്ങൾ എനിക്ക് തരാമെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ വിടുകയാണ്. അതായത് നരേന്ദ്രമോദിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ, അപ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം ഗുജറാത്ത്. അവിടെ ഈ കേശുഭായ് പട്ടേലും ശങ്കർ സിംഗ് ബഘേലയും അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ കിടന്ന് തമ്മിൽ തല്ലി കുളവായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് നടക്കുന്നത്. അവിടെ അദ്ദേഹം ചെല്ലുകയും ഒരാഴ്ച കൊണ്ട് ആ വഴി ക്ലിയർ ചെയ്യാൻ, അതായത് മണ്ണിടിഞ്ഞു പോയി ഈ കച്ചിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എത്താനുള്ള വാഹനങ്ങൾക്കും മറ്റും കടന്നു വരാനുള്ള മണ്ണ് ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏതാണ്ട് 3 മാസത്തിന് കൊണ്ട് തന്നെ ഏതാണ്ട് അവിടെ നന്നായിട്ട് ക്ലിയർ ചെയ്യുവാനും കഴിഞ്ഞു. അതിനുശേഷം അവിടെ കൺസ്ട്രക്ഷൻസ് ആരംഭിക്കാൻ കഴിയുന്നതോട് കൂടിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പൊളിറ്റിക്സ് ഇദ്ദേഹം കൊള്ളാം എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജാതി വെച്ചാണെങ്കിൽ ഒരിക്കലും ഗുജറാത്ത് പൊളിറ്റിക്സിൽ വരാൻ കഴിയില്ല. കാരണം ഇതാണ് അദ്ദേഹം ബനിയ മോദി വിഭാഗത്തിൽ വരുന്നതാണ്. അത് വളരെ കുറഞ്ഞൊരു ശതമാനമാണ് ഗുജറാത്തിനെ സംബന്ധിച്ച്. പട്ടേൽ വിഭാഗത്തിനാണ് വലിയ മുൻതൂക്കം ഗുജറാത്തിൽ. നമ്മുടെ ഒരു ഇന്ത്യയിലെ ജാതി പൊളിറ്റിക്സ് വെച്ചിട്ടാണല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ വരുന്നത്. പക്ഷെ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ്, അത്ര വലിയ പ്രബലമായ ഒരു സമുദായമല്ല ഗുജറാത്തിൽ എങ്കിൽ പോലും മോദി പെട്ടെന്ന് അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. അതായത് നിങ്ങളാണ് മുഖ്യമന്ത്രി എന്ന്. അദ്ദേഹം അതിനുശേഷം ഇദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ അല്ല മുഖ്യമന്ത്രിയായത്, അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. പറയുന്നു, പാർട്ടി പറയുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയാകൂ എന്ന് പറയുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം മത്സരിക്കും. 2002 ഫെബ്രുവരി 24 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യമായിട്ട് നരേന്ദ്രമോദി ജനപ്രതിനിധി ആകുന്ന ഡേറ്റ് ആണ് 2002 ഫെബ്രുവരി 24. അതിനുശേഷം 2027 അദ്ദേഹം ആദ്യമായിട്ട് ഗുജറാത്ത് നിയമസഭയിൽ. ആ ദിവസങ്ങളിലാണ് ഈ ഗോദ്ര കലാപം ഉണ്ടാകുന്നത്. 59 പേർ ട്രെയിനിൽ കൊല്ലപ്പെടുന്നതുമായ ഒരു സംഭവം. ആ സംഭവത്തെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം ആ സംഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അവിടെ ഒരു ചോദ്യം ഈ പറയുന്ന നിഖിൽ കാമത്ത് എന്ന് പറയുന്ന ആങ്കർ, നിഖിൽ കാമത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, താങ്കളുടെ വാക്കുകൾ വഴിവിട്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ടിട്ട് മോദിയുടേതായി വന്ന പ്രസംഗങ്ങളും വാക്കുകളും ഭയങ്കരമായി രാജ്യം ചർച്ച ചെയ്യപ്പെട്ടായിരുന്നു. അതായത് ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കണമെന്നുള്ള തരത്തിൽ ആണ് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് മോദി പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിയമസഭാ അംഗമായിട്ട് കേവലം 3 ദിവസം മാത്രമായപ്പോഴാണ്, 3 ദിവസം പ്രായവേ തനിക്കായിട്ടുള്ളൂ, അപ്പോഴാണ് ഗോദ്ര കലാപം വരുന്നത്. അന്ന് താൻ അവിടെ പോകാൻ, ഗോദ്രയിലേക്ക് പോകാനായിട്ട് ഒരു ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടു. അന്ന് ഗുജറാത്ത് സർക്കാരിന് ഹെലികോപ്റ്റർ ഇല്ല, പകരം ONGCക്ക് മാത്രമാണ് ഹെലികോപ്റ്റർ ഉള്ളത്. ആ ONGC ഹെലികോപ്റ്റർ തരാൻ തയ്യാറായില്ല. കാരണം ഒറ്റ എഞ്ചിനുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അപ്പൊ അതിലൊരു VIP യെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അത് അപകട സാധ്യത കൂടുതലാണ്. കാരണം ഒറ്റ എഞ്ചിൻ വെച്ച് അത്രയും ദൂരം അഹമ്മദാബാദിലാണല്ലോ തലസ്ഥാനം, അഹമ്മദാബാദിൽ നിന്ന് ഈ പറയുന്ന ഗോദ്ര വരെ പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മോദി പറഞ്ഞത്, അതിൽ എന്ത് റിസ്ക് വന്നാലും താൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പോവുകയാണ്. നരേന്ദ്രമോദി പറയുന്നത്, അവിടെ കണ്ട കാഴ്ച തനിക്ക്, താനൊരു മനുഷ്യനാണ്, തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, തന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി, ആത്മസംയമനം പാലിക്കാൻ വേണ്ടി താൻ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷെ തനിക്കതിന് കഴിഞ്ഞില്ല. അവിടെയാണ് ശ്രീ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമല്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് വളരെ പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് എന്റെ നിയന്ത്രണം വിട്ടുപോയി ഈ മൃതദേഹങ്ങളും മറ്റും കണ്ടപ്പോ, പക്ഷെ എന്നിട്ടും ഞാൻ ആത്മസംയമനം പാലിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷെ എനിക്ക് പിടിവിട്ടുപോയി. അവിടെ ചിലപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് വാക്കുകൾ വന്നിരിക്കാം, കാരണം മനുഷ്യ സഹജമായിട്ടുള്ള വാക്കുകൾ വന്നിരിക്കാം, അതിനെയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ നരേന്ദ്രമോദി ഈ ഗോദ്ര കലാപത്തെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട്, ഇതുപോലെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഗോദ്ര കലാപത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ പറഞ്ഞതായിട്ട് അദ്ദേഹം കേട്ടിട്ടില്ല. ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം, മനുഷ്യ സഹജമായ തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ട്, വാക്കുകൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ മാനിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അമേരിക്കയുടെ വിഷയം, ചൈനയുടെ വിഷയം,
ഇതിനെല്ലാത്തിലും കൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതിന്റെ തുടക്കം തന്നെ വളരെ രസകരമായ ഒരു തുടക്കമാണ് ആ ഇന്റർവ്യൂവിൽ. ആ തുടക്കത്തില് ഈ നിഖിൽ കാമത്ത് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കർണാടക സ്വദേശിയാണ്. അദ്ദേഹം പറയുന്ന ആദ്യം തന്നെ നരേന്ദ്രമോദിയോട് പറയുന്ന കാര്യം, ഞാൻ ഹിന്ദി എന്റെ മാതൃഭാഷയല്ല, എനിക്ക് വലിയ വശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അപ്പോൾ നരേന്ദ്രമോദി അതിന് അതെ. മറുപടി പറയുന്നത്, ഹിന്ദി എന്റെയും മാതൃഭാഷയല്ല എന്ന് പറഞ്ഞുകൊണ്ടാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് ധനുഷ്, ഇതിനെ നമ്മള് കൂട്ടിക്കെട്ടേണ്ടത്, ക്ലബ് ചെയ്യിക്കേണ്ടത് തമിഴ്നാട്ടിലെ DMK സർക്കാർ ഹിന്ദി വിരുദ്ധ കാര്യത്തില് ഈ മോദിക്കെതിരെയും BJPക്കെതിരെയും വാളെടുക്കുമ്പോൾ ഹിന്ദി മാതൃഭാഷ അല്ലാതെ രണ്ടുപേരാണ് ഇന്നത്തെ ആ ഇന്റർവ്യൂ സംസാരിച്ചത്. അതാണ് അതിന് പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുമ്പോൾ ഈ പറയുന്ന നിഖിൽ കാമത്ത് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരാണെന്നും വൃത്തികെട്ടവന്മാരാണെന്നുമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒക്കെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു എന്ന് ഈ നിഖിൽ പറയുമ്പോൾ നരേന്ദ്രമോദി അതിന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ ഈ ചോദ്യം ചോദിക്കാൻ ഇരിക്കുമായിരുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ താങ്കൾ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരില്ലായിരുന്നു, ഒരു കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വൃത്തികെട്ട മനസ്ഥിതി ആയിരുന്നെങ്കിൽ ഇരിക്കേണ്ടി വരികയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതായത് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു പ്രൈമറി സ്കൂളിന്റെ അധ്യാപകനാകണമെന്നായിരുന്നു. അതായിരുന്നെങ്കിലായിരുന്നു എന്റെ അമ്മ ഏറ്റവും സന്തോഷിക്കപ്പെടും. ഞാൻ എന്റെ വീട് വിട്ട് ഇറങ്ങി, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തി. രാഷ്ട്രീയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ എന്റെ ജനങ്ങൾക്ക് 3 വാഗ്ദാനങ്ങൾ നൽകി. അതായത് ഇവിടെ ഗുജറാത്തിൽ അദ്ദേഹം കൊടുത്ത 3 വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങൾ ഞാൻ ഇന്നും പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പ്രധാനമായി കൊടുത്തൊരു വാഗ്ദാനങ്ങൾ, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിത് ധനുഷിന്റെ അടുത്ത് മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഈ ഇത് പറയുമ്പോൾ ഒരു കഥ, ഒരു കഥ കൂടി എനിക്ക് ഓർമ്മ വരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി 3ാമത്തെ ടേമിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ കോൺഗ്രസ് എങ്ങനെയും മോദിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ അഴിച്ചു വിട്ടു. കാരണം 2 വട്ടം കഴിഞ്ഞ നരേന്ദ്രമോദി മുഖ്യമന്ത്രി പദം കഴിയുന്നു, മോദി ഭയങ്കര പവർഫുൾ വരുന്നു, 3ാമതും മോദി കയറി കഴിഞ്ഞാൽ പണി വാളും എന്ന് കണ്ടുകൊണ്ട് മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവരാകുന്നത്ര പണി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു അഴിമതി പോലും ആ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്നില്ല. പഴയ കോൺഗ്രസ് ആണെന്ന് ഓർക്കണം, ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല. സർവ്വസന്നാഹങ്ങളുണ്ട്, മീഡിയ അവരുടെ ഒപ്പമാണ്, എല്ലാവിധ സംവിധാനങ്ങളുമുള്ള കോൺഗ്രസ് ആണ്. അന്ന് അവര് പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവര് പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് 500 ജോഡി ഡ്രസ്സുണ്ട്, അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഇതിൽ പരം തെളിവ് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ താഴെത്തട്ടിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. താഴെത്തട്ടിലെ ജനങ്ങൾ, അപ്പൊ സ്വാഭാവികമായിട്ടും 500 ജോഡി ഡ്രസ്സൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. നരേന്ദ്രമോദിക്ക് കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് പറയുകയുണ്ടായി. പക്ഷെ നരേന്ദ്രമോദി അതിന് മറുപടി കൊടുത്തില്ല. ഈ പ്രചരണം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടേയിരുന്നു. ഇലക്ഷന്റെ 2 ദിവസം മുമ്പ് നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു വലിയ റാലി ഗുജറാത്തിൽ നടക്കും. ആ റാലിയിൽ നരേന്ദ്രമോദി ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രതിപക്ഷം എനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പണം മോഷ്ടിച്ചോ എന്നവർ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളി ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജനം പറയുന്നു, ഇല്ല. ഞാൻ വസ്തു വാങ്ങിച്ചെന്നോ മറ്റെന്തെങ്കിലും ചെയ്തെന്നോ അവർ പറഞ്ഞു? ഇല്ല. എനിക്ക് കാറുണ്ടെന്നോ അവർ പറഞ്ഞു? ഇല്ല. പിന്നെ എന്താണ് അവർ പറഞ്ഞത്? എനിക്ക് 500 ജോഡി ഡ്രസ് ഉണ്ട് എന്നല്ലേ അവർ പറഞ്ഞു. അത് മാത്രമല്ലേ അവർ പറഞ്ഞു. അപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, ലോകത്തൊരു സമ്പന്നന് പോലും 500 ജോഡി ഡ്രസ്സുകൾ ഉണ്ടാകില്ല എന്നാണ് താൻ കരുതുന്നത്. കാരണം 500 ജോഡി ഡ്രസ്സൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് വെച്ച് ഇട്ടാൽ പോലും എത്രയോ നാളുകൾ ഇടാനുള്ള ഡ്രസ്സ് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ ഈ നരേന്ദ്രമോദിക്ക് 500 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടുത്തെ ആ ജനം ആർത്തിരമ്പി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ ക്ഷമിക്കും എന്നാണ് പറഞ്ഞത്. അതായത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അതാ നേതാവിൽ ആ ജനം അർപ്പിച്ച വിശ്വാസമാണ്. നരേന്ദ്രമോദി ചോദിക്കുന്നു, എനിക്ക് എതിരെ അവരെന്താ, എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞു, ഞാൻ പണം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു? ഇല്ല. എനിക്ക് വീടുണ്ടെന്ന് പറഞ്ഞു? ഇല്ല. എനിക്ക് എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു? ഇല്ല. ഞാൻ അഴിമതിക്കൂടെ എന്തെങ്കിലും നേടിയെന്ന് പറഞ്ഞു? ഇല്ല. പകരം അവരെനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എനിക്ക് 500 ജോഡി ഡ്രസ് ഉണ്ടെന്നാണ്. അത് ലോകത്താർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ നരേന്ദ്രമോദിക്ക് 500 ജോഡി ഡ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊരൊറ്റ ചോദ്യത്തിന് വലിയ കരഘോഷ ആണ് അവിടെ മുഴങ്ങിയത്. ആ ജനം ആർത്തിരമ്പി പറഞ്ഞത്, ഞങ്ങൾ ക്ഷമിക്കും.
നരേന്ദ്രമോദിക്ക് 500 ജോഡി ഡ്രസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കാരണം ആ നേതാവിൽ അവർക്ക് അത്ര വിശ്വാസമാണ്. അദ്ദേഹം ഒരു മിഠായി പോലും അഴിമതി കാണിക്കില്ല എന്നുള്ളത്. അങ്ങനെ കയറി വന്ന ഒരു വലിയ മനുഷ്യനാണ്. ഒരുപക്ഷെ സത്യത്തിൽ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ആത്മകഥ വായിക്കുന്ന അതേ വികാരത്തോടു കൂടി തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു ലോക നേതാവായ മോദിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ഒരു ധാർഷ്ട്യമുള്ള മോദിയെ കാണാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രതിപക്ഷവും ഒക്കെ പറയുന്ന ഫാസിസ്റ്റായ മോദിയെ കാണാൻ കഴിയുന്നില്ല. ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതില് തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അതിനകത്ത് ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ISROയുടെ ചന്ദ്രയാൻ-2 വിക്ഷേപിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. നമ്മളെല്ലാം TV കണ്ടിരുന്നതാണ്. അത് വിക്ഷേപിക്കുമ്പോൾ പ്രധാനമന്ത്രി ഒക്കെ ഇരിക്കുന്നത് മുകളോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് മറച്ചു വെക്കാമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ദൗത്യം പരാജയപ്പെടുന്നു എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു. തന്നോട് അത് പറയാൻ ആർക്കും ധൈര്യപ്പെട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു പിടിക്കാം, തനിക്ക് എല്ലാം അറിയാമായിരുന്നു, താനത് പരാജയപ്പെട്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തില്ല എന്നുള്ളത് മാത്രവുമല്ല, പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അദ്ദേഹം ഈ ISRO ചെയർമാനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, അവിടെ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് നരേന്ദ്രമോദി സാധാരണപ്പെട്ട ജനങ്ങൾക്കിടയിലെ അവരുടെ ഒരു താരമായി മാറിയത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ കുടുംബശ്രീ യൂണിറ്റ് ആയാലും തൊഴിലുറപ്പുകാരുടെ ഇടയിലും ആയാലും നമുക്ക് മോദി എന്തുകൊണ്ട് ജനകീയനായി എന്ന് ചോദിച്ചാൽ അത് BJP-കാരനായതുകൊണ്ടല്ല, അവരുടെ ഒരു പ്രതിനിധി ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ഇപ്പോ അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലായാലും, അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടുന്ന വ്യക്തികളിലായാലും, അദ്ദേഹം സംസാരിക്കുന്നതിലായാലും ഒക്കെ തന്നെ കാണുന്ന കാര്യങ്ങളാണ് സാധാരണപ്പെട്ട ജനത്തിന്റെ മനസ്സിലുള്ളത്. ആ സാധാരണപ്പെട്ടവരാണ് കരുത്ത്. അത് BJP-യുടെ കരുത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നരേന്ദ്രമോദിയുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ AB വാജ്പേയിയുടെ പ്രസംഗ ശൈലിയെ ഇഷ്ടപ്പെടുന്നത് പോലെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കിലും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതിനകത്ത് അദ്ദേഹത്തോട് നമുക്ക് ചെറിയ ഇഷ്ടം തോന്നുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ ഏറിയത് ആ സമയം മുതൽ നരേന്ദ്രമോദിയെ ഭയങ്കര ക്രൂരൻ, ഭീകരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന പലരും ഇന്ന് മോദിയും അമിത്ഷായും ഒന്നും അല്ല പ്രശ്നകാരികള് എന്ന് പറയുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കണക്ക് ഒരു അച്ഛന്റെ വാത്സല്യം തരുന്ന ഒരു മനുഷ്യൻ, ഒപ്പം തന്നെ തന്റെ രാഷ്ട്രത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ളയും അതിനെ എതിർക്കുന്ന ഒരു മനുഷ്യൻ തോന്നുന്നു. ഒരുപക്ഷെ നരേന്ദ്രമോദി എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ടേം പൂർത്തിയാക്കുമോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. 2025 അദ്ദേഹം ഇറങ്ങില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2025 RSSന്റെ 100ാം വാർഷികമാണ്. RSS 100ാം വാർഷികമാണ്. 100ാം വാർഷികം. അപ്പൊ 100ാം വാർഷികം അവർ ആഘോഷിക്കുമ്പോൾ അവരുടെ ഒരു പ്രചാരകൻ തന്നെ പ്രധാനമന്ത്രി ആയിരിക്കണം എന്ന് അവർക്ക് നിർബന്ധ ബുദ്ധി എന്തായാലും കാണും. കാരണം RSSന്റെ പ്രചാരകൻ ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള, ഞങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ RSSന്റെ ഒരു പ്രചാരകനെ പ്രധാനമന്ത്രിയാക്കി എന്നവർക്ക് ചങ്കൂറ്റത്തോടെ പറയണമെങ്കിൽ എന്തായാലും ഈ വർഷം വിരമിക്കില്ലായിരിക്കും. എന്തായാലും വിരമിക്കാതിരിക്കാൻ അദ്ദേഹം കഴിയില്ല. വിരമിച്ചാലും നരേന്ദ്രമോദി ഓർക്കപ്പെടും. മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും എന്നൊരു പൊളിറ്റിക്സ് ആയിരിക്കും ഇനി ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയായിരിക്കും. നാം ഇതുവരെ പഠിച്ചത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു ഇന്ത്യ എന്നാണ്. ഓരോ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയെ മാറ്റിമറിച്ചതെന്നാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ആ പഞ്ചവത്സര പദ്ധതികളെല്ലാം ഇനി പഴങ്കഥകളാണ്. ഒന്ന് മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും എന്നാണ്. കാരണം എന്താ പറയുക, കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഇന്ത്യ മാറി മറിഞ്ഞത് കേവലം 10 വർഷം കൊണ്ട്. അതായത് മുഷിഞ്ഞ നോട്ടുകൾ എണ്ണി കടക്കാരനോട് കൊടുക്കുകയും ചില്ലറ കിട്ടാതെ വരുമ്പോൾ തർക്കിക്കുകയും ചെയ്തിരുന്ന ഒരു കാഴ്ച ഇന്ന് ഇന്ത്യയിലില്ല. കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഈ പോക്കറ്റ് അടിക്കാര് ഒരു മാധ്യമത്തിൽ പോക്കറ്റ് അടിക്കാരൻ ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഈ പണിയൊക്കെ നിർത്തിയെന്ന് ചോദിച്ചെന്നാ പറഞ്ഞു. ഇപ്പം ഒരാളുടെ പേഴ്സ് കിട്ടിയ കുറെ കാർഡ് മാത്രമേ കാണൂ, ഇല്ലെങ്കിൽ കുറെ ദൈവങ്ങളുടെ പടം, പൈസ ഒന്നും ഇപ്പൊ പേഴ്സിനകത്ത് ഇല്ലാന്ന്. കാരണം അത്രത്തോളം ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞു സാധാരണപ്പെട്ട് ഒരു. അങ്ങനെ ആരെങ്കിലും അത് നടക്കും ചിന്തിച്ചിരുന്നു? ചിദംബരം ലോക്സഭയില് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനൊരു ഡ്രീം മുൻപോട്ട് വെക്കുമ്പോൾ, അരുൺ ജെയ്റ്റ്ലി ഇങ്ങനൊരു ഡ്രീം മുൻപോട്ട് വെക്കുമ്പോഴത്തേനും ചിദംബരം ചോദിച്ചത്, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഇവിടുത്തെ ആരാണ് ഈ ഡിജിറ്റൽ യൂസ് ചെയ്യുന്നത്? വഴിവെക്കി പച്ചക്കറി കച്ചവടം ചെയ്യുന്നത് ഈ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഉപയോഗം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസേഷൻ പണമിടപാട് നടക്കുന്നത് ഇന്ത്യയാണ്. നരേന്ദ്രമോദിയുടെ ഭാഷ പറഞ്ഞു, കേവലം 30 സെക്കൻഡ് കൊണ്ട് 10 കോടി പേരിലേക്കാണ് പെൻഷൻ ഇടുന്നത്. ഇല്ലെങ്കിൽ ഈ കർഷക
എന്താണ് പറയുന്നത്, അതിന് പറയുന്നത് കർഷക സഹായമുണ്ട്, സമ്മാൻ നിധി. അത് 10 കോടി പേരിലേക്ക് 30 സെക്കൻഡ് കൊണ്ടാണ് എത്തുന്നത്. അത് കേന്ദ്രം 30 അവിടെ ഇടുന്നു പൈസ, 30 സെക്കൻഡ് കൊണ്ട് 10 കോടി പേരിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നമ്മൾ മാറി. ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാറുകൾ തന്നെ, ഡീസൽ കാറുകളും പെട്രോൾ കാറുകളും അരങ്ങ് പാടത്ത് ഡീസൽ കാറുകൾ ഇന്നില്ല. നിതിൻ ഗഡ്കരി പറയുന്നത് 2030 ആകുമ്പോൾ പെട്രോളിനെ മറന്നേക്കൂ, ഇലക്ട്രിക്കലിനെ മറന്നേക്കൂ, മറ്റൊരു ഇന്ധനത്തിലേക്ക് നാം മാറേണ്ട അവസ്ഥ വന്നു. അങ്ങനെ എല്ലാ സമസ്ത മേഖലയിലും ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയപരമായി എതിർപ്പുണ്ടാകാം ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളോട് എതിർക്കാൻ കഴിയില്ല. അത് ചരിത്രമാണ്. ആ ചരിത്രം തിരുത്തി എഴുതാൻ കഴിയില്ല. അങ്ങനെ ഒരു ചരിത്രം തിരുത്തി എഴുതണമെങ്കിൽ മോദിക്ക് അപ്പുറം വളർന്ന ഒരു നേതാവ് വരേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് മോദി പറഞ്ഞത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നാം ചില പ്രതിജ്ഞകൾ എടുക്കണം. അത് അദ്ദേഹം പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി ഉണ്ട് അതില്. അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയത്തിലേക്ക് നാം വരുമ്പോൾ നമ്മൾക്ക് തോൽവിയും ജയവും ഉണ്ടാകാം, നന്മയും നല്ല കാലവും ചീത്തക്കാലവും ഉണ്ടാകും. ആ കാലത്തും 2 കാലത്തും നമ്മൾ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. നല്ല കാലവും വരും, ചീത്തക്കാലവും വരും. 2 കാലത്തും നമ്മൾ അവരോടൊപ്പം നിൽക്കണം. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ആശയവിനിമയം ഇമ്പോർട്ടന്റ് ആണ്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, മഹാത്മാഗാന്ധി നല്ലൊരു പ്രാസംഗികനായിരുന്നു, പക്ഷെ നല്ല ഒരു ആശയവിനിമയം നടത്തുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് പോലും ചർച്ച നടത്താൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയും. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കാണേണ്ടതാണ്. ഗ്രൂപ്പ് തിരിഞ്ഞല്ല ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയം ഒരു ടീമാണ്. ആ ടീമിന്റെ നന്മ, നല്ല കാലത്തും ചീത്തക്കാലത്തും ഒറ്റക്കെട്ടായി പ്രവർത്തകരോടൊപ്പവും ജനങ്ങൾക്കൊപ്പവും നിൽക്കണം. നമ്മുടെ നാട്ടിൽ പലരും ഇലക്ഷൻ കാലത്ത് വരും, അത് കഴിഞ്ഞ് പോകും, 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ അല്ല വേണ്ടതെന്ന് നരേന്ദ്രമോദി പറയുകയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതിൽ വളരെ എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് ഈ ഒരു ഇന്റർവ്യൂ എല്ലാവരിലേക്കും BJP-ക്കാർ എത്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം മനോഹരമായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയുടെ ലൈഫ്, ഈ ഒരു പൊളിറ്റിക്കൽ ലൈഫ് ഞാൻ ഇത് കേട്ടിട്ടില്ല. ഇനി വേറെ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ചേട്ടാ, താങ്ക് യു സോ മച്ച്.